بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله سبحانه وتعالى ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അമൽ ചെയ്യണം. അമൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്യണം, കഴിവിന്റെ പരമാവധി ചെയ്യണം. എന്താ കാര്യം എന്നറിയോ? അത് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ, വേറൊന്നും ബാക്കിയാവില്ല. എല്ലാം ദുനിയാവിൽ വിട്ടിട്ട് പോയേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്ക് വളരെ എപ്പോഴും മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ഹദീസാണ്. യത്ബഉൽ മയ്യിത സലാസ്. നമ്മൾ മരിച്ച് മയ്യത്തായി നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളോടൊപ്പം 3 ആളുകൾ വരും. അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഇതാണ് ആ 3 ആൾക്കാർ. ഒന്ന് സ്വന്തം കുടുംബം, മറ്റൊന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വത്ത്, പിന്നെ നമ്മൾ ചെയ്ത അമലുകൾ. ഇത്രേ പേരുള്ളൂ, വേറൊന്നും വരില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദ്. മയ്യത്ത് ഖബറിൽ വെച്ച് കഴിയുമ്പോൾ 2 ആളുകൾ തിരിച്ചു പോകും. തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അവര് തിരിച്ച് നമ്മുടെ ഓർമ്മയിലേക്കും നമ്മളെ ഓർത്ത് സങ്കടപ്പെടാനും നമ്മളെ ഓർത്ത് കരയാനും ഒന്നുമല്ല പോകുന്നത്. അവരുടെ ലോകത്തേക്ക് പോവാൻ. മയ്യത്തിന്റെ പണവും അവന്റെ കുടുംബവും മടങ്ങിപ്പെടും. എത്രായിരം ആളുകളുണ്ട് ഉമ്മമാർ മരിച്ചവർ. പക്ഷെ എത്ര പേര് ദിവസവും ഉമ്മാനെ ഓർക്കുന്നുണ്ട്? വളരെ ചുരുക്കം ഉണ്ടാവും, ഇല്ലാതില്ല, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എല്ലാ ദിവസവും ഓർത്ത് എല്ലാ ദിവസവും ദുആ ചെയ്യുന്ന ആൾക്കാർ. ഉമ്മാനെ വരെ അങ്ങനെ മറക്കുമെങ്കിൽ വേറെ ആരും നമ്മളിപ്പോ ഓർത്തിരിക്കാൻ പോകുന്നില്ല. അവരവരുടെ കുടുംബത്തിലേക്കാ പോവാ, അവരവരുടെ സന്തോഷത്തിലേക്കും അവരുടെ രസങ്ങളിലേക്കുമാണ് പോവാ. പണമോ പണം കൊണ്ടു പോവാ. അനന്തരാവകാശികൾ അത് മക്കളായിട്ടും മറ്റനായിട്ടും മരുമക്കളായിട്ടും കുറെ ആൾക്കാരുണ്ടാവും, അവരൊക്കെ കൊണ്ടുപോകും ചെയ്യും. അത് 2 കഴിയും. ഒന്ന് മാത്രം ഖബറിൽ മയ്യത്തിന്റെ കൂടെ ഉണ്ടാകും, അത് അവന്റെ അമലായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ഞാനടക്കം നമ്മുടെ അമലുകളെ പറ്റി ഒന്ന് ഹിസാബ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ, ഇനി ചെയ്യുന്നത് തന്നെ അതിന്റെ കൃത്യമായ രീതിയിലാവുന്നുണ്ടോ ഇല്ലേ, അതിനെപ്പറ്റി എല്ലാം ഒരു ഫിക്റുമാണ്. അതായത് ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഫിക്റിനേക്കാൾ അധികം ഈ വക കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ചിന്താകുലരായിരിക്കണം. ഫുൾ ടൈം ഇങ്ങനെ കറങ്ങണം ഈ ഫിക്ർ, ആഖിറത്തിന്റെ ഓർമ്മ. അതുകൊണ്ടല്ല അല്ലാഹു പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ബാക്കി വൽആഖിറതു ഖൈറുൻ വഅബ്ഖ. എന്താ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ അർത്ഥം? നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെ വലുതായി കാണുന്നു. ആരായി നിങ്ങൾ? നമ്മളാണ്, സഹാബാക്കളല്ല. സഹാബാക്കൾ ദുനിയാവിന്റെ ജീവിതത്തെ വലുതായി കണ്ടിട്ടില്ല. ദുനിയാവിന്റെ ജീവിതത്തെ അവര് വലുതായി കണ്ടിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന സഹാബക്കളുടെ താരീഖുണ്ടല്ലോ, ചരിത്രം, അത് ഇങ്ങനെ ആയിരിക്കില്ല കേൾക്കുക. അവർക്ക് ദുനിയാവൊരു വിഷയമേ അല്ല. ജുലൈബീബ് റളിയല്ലാഹു അൻഹു, പേര് കേൾക്കൽ കുറവായിരിക്കും ആ സഹാബിയുടെ. കാരണം എന്താ അറിയോ, ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ പേര് പറയപ്പെട്ട ഒരു സഹാബി അല്ല.
ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം പേര് വന്ന സഹാബിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. കറുത്ത വിരൂപിയായ സഹാബിയാണ്. വിരൂപി മീൻസ് ഭംഗിയില്ലാത്ത, ഗ്ലാമർ ഇല്ലാത്ത ഒരു സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഒരു മൂലക്ക് വന്നിരിക്കും. ഒരു ദിവസം യുവാക്കളോട് കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. യുവാക്കൾക്ക് ആവേശമായി. യുവാക്കൾ മീൻസ് എത്ര വയസ്സുമുണ്ട്? അതാണത്. ഈ വിശാലിന്റെ കല്യാണം കഴിക്കേണ്ട പ്രായമായി ഇങ്ങനെ നടക്കുകയാണ് ദുനിയാവില്. ഇപ്രായത്തിലുള്ള സഹാബാക്കളെയാണ് റസൂലുള്ളാഹി തങ്ങൾ പ്രേരിപ്പിച്ചത്. 23 അപ്പുറത്ത് പോയിക്കൂടാ. അല്ലേ? 23 അപ്പുറത്ത് നിന്ന് പോയിക്കൂടാ കല്യാണം. അപ്പോഴത്തേക്ക് കെട്ടണം. അത് ഉപ്പമാരുടെ ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് പ്രായമായി എന്നറിഞ്ഞാൽ അവരെ അങ്ങോട്ട് എന്ത് ചെയ്യണം? ഇത് ഇപ്പോഴത്തെ ഉപ്പമാരെന്താ പറയാ, കെട്ടിട്ട് നീ എന്താക്കല്, ആര് നോക്കല്, ഞാൻ നോക്കോ എന്റെ ഓളെ. കാരണം എന്താ അറിയോ, ആരെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവന്റെ ദീനിന്റെ 2/3 ഭാഗം ക്ലിയറായി. കാരണം മനുഷ്യന്മാര് തെറ്റ് ചെയ്യാൻ ജീവിക്കുന്നവർ എന്ത് തെറ്റാഗ്രഹിച്ചാ ജീവിക്കുന്നത്? പെണ്ണുങ്ങളാണ്. അതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചു സഹാബാക്കളെ. മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോ ജുലൈബീബിനോട് ചോദിച്ചു, അലാ തതസവ്വജു യാ ജുലൈബീബ്, ജുലൈബീബേ നിനക്ക് കല്യാണം കഴിക്കണ്ടേ? അപ്പൊ അദ്ദേഹം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മൻ യുസവ്വിജുനി യാ റസൂലല്ലാഹ്, എനിക്ക് ആരും പെണ്ണിനെ തരും. ശരിക്കും ഇസ്ലാമില് വധു വരനെ തേടലല്ല, അത് ഇല്ലത്താണ്, അയ്ബാണ്, ന്യൂനതയാണ്. നേരെ ഉൾട്ടയാണ് വേണ്ടത്. വരൻ വധുവിനെ തേടണം. പേപ്പറിലൊക്കെ വരുന്നില്ലേ, വധുവിനെ തേടുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും വരിക പേപ്പറിൽ? വധുവിനെ തേടുന്ന മലയാളത്തിലല്ലേ? നിങ്ങളുടെ ഭാഷയിൽ എന്ത് പറയും? അല്ല, എന്നാൽ എന്ത് പറയും? തേടുന്നു. ഭാഷ ഒന്ന് മാറ്റാൻ നോക്കുപോയി. വധുവിനെ തേടുന്നു, അതാ വരണ്ടേ ശരിക്കും. പിന്നെ എന്ത് വന്നൂടാ? വരനെ തേടുന്നു ഇല്ല. കാരണം പെൺകുട്ടികൾക്ക് ഇസ്സത്തുണ്ട്. അവളെ അങ്ങോട്ട് ചെന്ന് കണ്ട് അവൾ ആവശ്യപ്പെട്ട മഹർ കൊടുത്ത് ഇസ്സത്തോടെ സ്വീകരിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിക്കാഹ്. അവിടെ ജുലൈബീബ് പറഞ്ഞത് ഞാൻ അന്വേഷിക്കായിട്ടല്ല, ആഗ്രഹം ഇല്ലായിട്ടുമല്ല, എനിക്കാരും കല്യാണം കഴിച്ചു. അപ്പൊ പണ്ട് ഇതൊക്കെ തന്നെയാ നോക്കിയത്. ഒന്നെല്ലാമാൻ, എനിക്ക് പണമില്ല, ഫക്കീറാണ്. പറയാൻ പറ്റിയ വലിയ തറവാടും കുടുംബവും പേരും മഹിമയൊന്നുമില്ല. എന്തുമില്ല. ഇത് രണ്ടുമില്ലെങ്കിലും ഗ്ലാമർ ഉണ്ടെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും പെണ്ണെന്ത് ചെയ്യും, ഒക്കെ പറയും. അതുമില്ല, എനിക്കാര് കല്യാണം കഴിച്ചു. സുഹൃത്തുക്കളെ ചിരിച്ചിട്ട് പോയി, സഹാബി പോയി. 2ഉം 3ഉം തവണ ഇത് ആവർത്തിച്ചു. 4ാമത്തെ പ്രാവശ്യം വിശ്വാസം ചോദിച്ചപ്പം ജുലൈബീബിനെ കുറച്ച് ദേഷ്യം പിടിച്ചു. അലം അഖുൽ ലക യാ റസൂലല്ലാഹ്, ഇവയെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ആരും പെണ്ണെത്തിരുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന സഹാബിന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിച്ചിട്ടുണ്ട് എന്ന് പോയിട്ട് പറയും. ജുലൈബീബ് ആ പറയപ്പെട്ട സഹാബിന്റെ വീട്ടിലേക്ക് പോയി സലാം പറഞ്ഞു. ജുലൈബീബിനെ കണ്ടപ്പോൾ കാര്യം തിരക്കി. ജുലൈബീബ് പറഞ്ഞു, നിങ്ങളുടെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബി പറഞ്ഞ വാക്യ ഹദീസിൽ കാണാം, സുബ്ഹാനല്ലാഹ്, എന്റെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിച്ചുവോ? ഭയങ്കര സന്തോഷായി.
അപ്പൊ ജുലൈബി പറഞ്ഞു, നബിയല്ല, പുതിയാപ്ല നബിയല്ല, പിന്നെയോ ഞാനാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. ഓ നീയാണോ? ഞാൻ ആ പെണ്ണിന്റെ ഉമ്മാനോടൊന്ന് ചോദിച്ചോക്കട്ടെ. കാരണം ജുലൈബിബാണ്, എല്ലാവർക്കും അറിയാം. പെണ്ണിന്റെ ഉമ്മാനടുത്ത് പോയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മകൾക്ക് വേണ്ടി വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അവരും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ മകൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചോ? ഉപ്പ പറഞ്ഞു, അധികം സന്തോഷിക്കണ്ട, നബിയല്ല, വരൻ ജുലൈബിബാണ്. ഓ ജുലൈബിബാണോ? ഈ വർത്താനം ഈ പെണ്ണ് കേൾക്കുന്നുണ്ട്. ജമീല എന്ന പെണ്ണിന്റെ പേര്. ഇവള് കേൾക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. വലിയ ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കണ്ടെത്തിയ ഒരു പുതിയാപ്പളന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാണോ? ജുലൈബീബ് റസൂലുള്ളാഹിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഉപ്പ അവിടെ എത്തണം, എന്നിട്ട് പറയണം എന്റെ മോള് കെട്ടാൻ തയ്യാറാണ്. അതാണ് മോള്. ഇപ്പോഴത്തെ മോള് എന്താ പറയാ? മടക്കേരിയിലെ ഉപ്പാക്ക് സഹായം ചെയ്ത് കൊടുക്കും. ഉപ്പ കഷ്ടപ്പെട്ട് ആലോചിക്കൊന്നും വേണ്ട, ആളൊക്കെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പ ഒന്ന് ഒപ്പിട്ടുന്നാ മതി ഖലാസ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു. ആ പൊണ്ണെ കെട്ടി. അവര് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചു. അങ്ങനെ ജുലൈബീബ് ഇവളെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം സ്വപ്നം ഈ പെണ്ണിന് ജുലൈബീബിന് കിട്ടൂല, അങ്ങനത്താണ് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, യാ ഖൈലല്ലാഹി ഇർകബി, അല്ലാഹുവിന്റെ കുതിരപ്പട്ടാളക്കാരെ എത്രയും പെട്ടെന്ന് തയ്യാറായിക്കോളൂ, ജിഹാദിന് ഒരുങ്ങാനുള്ള വിളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ജുലൈബീബ് ഇത് കേട്ടു. റാബി പറയാ, ജുലൈബീബ് ഈ പെണ്ണിനെ നോക്കും, എന്നിട്ട് ആ ശബ്ദം പിന്നെയും കേൾക്കും, പിന്നെ ഞാൻ പെണ്ണെ നോക്കും. കാരണം ആദ്യത്തെ രാത്രിയാണ്, കല്യാണം കഴിഞ്ഞ അന്നാണ് ഇത് കേൾക്കുന്നത്. ഇവളെ വിട്ട് പോവാനും തോന്നുന്നില്ല, എന്നാൽ ജിഹാദിന് പോകുമ്പോൾ. അതാണ് അവരുടെ ഈമാൻ. കുറച്ചു കഴിഞ്ഞപ്പോ ജുലൈബീബ് പറഞ്ഞു, നിന്നേക്കാൾ സൗന്ദര്യമുള്ളവൾ എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പോവാണ്. അതാരാ? പോയി. പിറ്റേന്ന് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. സഹാബാക്കള് ശുഹദാക്കളുടെ മയ്യത്തുകളെ കൊണ്ടുവന്നു റസൂലുള്ളാഹിയുടെ മുമ്പിൽ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബൽ അഫ്ഖിദു ഹബീബി ജുലൈബി, നിങ്ങൾ കൊണ്ടുവന്ന മയ്യത്തുകളുടെ കൂട്ടത്തിൽ എന്റെ ഹബീബായ, കണ്ടോ, എന്റെ ഹബീബായ ജുലൈബീബിനെ കാണുന്നില്ലല്ലോ, പോയിട്ടൊന്ന് അന്വേഷിച്ചു നോക്കി. അങ്ങനെ പോയി സഹാബാക്കൾ പാറക്കെട്ടുകൾക്കിടയിൽ 7 മുശ്രിക്കീങ്ങൾക്ക് നടുവിൽ ഷഹീദായി കിടന്നു. റസൂലുള്ളാഹി തങ്ങൾ വിവരം കിട്ടി, തങ്ങൾ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ ജുലൈബി, യാ ഹബീബി ജുലൈബി, ഖതൽത സബ്അൻ മിനൽ മുശ്രിക്കീൻ. ജുലൈബി, നീ മുശ്രിക്കീങ്ങളിൽപ്പെട്ട 7 പേരെ കൊന്നിട്ടാണ് പോകുന്നത്. റാവി പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബിബിനെ സ്വന്തം തോളിൽ എടുത്തു മയ്യത്തിനെ. പറഞ്ഞു, നബിയുടെ തോളും ജുലൈബീബിന്റെ ശരീരവും തമ്മിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയായിരുന്നു, വസ്ത്രമില്ലാതെ. അതൊക്കെ സഹാബത്തിന് വലിയ കാര്യമാണ്. കൊണ്ടിട്ട് കബറടക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അവർ. അതുകൊണ്ട് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് പറഞ്ഞാൽ അത് ആരെപ്പറ്റിയാ പറഞ്ഞത്? ഈ പ്രസംഗിക്കുന്ന എന്നെ അടക്കം പറ്റി പറഞ്ഞത്. നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെയാണ് വലുതായി കാണുന്നത്. സഹാബത്ത് കണ്ടത് ആഖിറത്തിനെയാണ്. അതുകൊണ്ട് ശേഷം തന്നെ പറഞ്ഞു, വലൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും നല്ലതും എന്നും ബാക്കിയാവുന്നതും. അതുകൊണ്ട് അതിന് വേണ്ടി അമൽ ചെയ്യണം. നമുക്ക് നിസ്സാരമായി തോന്നുന്ന അമലുകൾ വരെ വലിയ പർവ്വതം കണക്കെയുള്ള അമൽ ചെയ്യും പോലെ ചെയ്യണം. കാരണം എന്താ അറിയോ? ആളുകള് ഗഫലത്തിലാവുന്ന അമലുകളെ ഓർത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ ആളുകൾ ഗൗനിക്കാത്ത ചില കർമ്മകാര്യങ്ങളുണ്ടാവും. ബാങ്ക് കൊടുക്കൽ. ബാങ്ക് കൊടുക്കലിന്റെ കൂലി എന്താ? ബാങ്ക് കൊടുക്കുന്നതിന്റെയും ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന്റെയും പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നെറുക്കിട്ടിട്ട് പോലും അവർ വന്നത് ചെയ്യുമായിരുന്നു. കാരണം അത്ര വലിയ പുണ്യമാണ്
ബാങ്ക് വിളിക്കുള്ളത്. പക്ഷെ ആൾക്കാർക്ക് മടിയായിരിക്കും ബാങ്ക് കൊടുക്കാൻ. ഫിഖഹിന്റെ കിതാബുകളുണ്ട്. അൽ മുഅദ്ദിനു അൽ അദാനു ഔലാ മിനൽ ഇമാമ. ഇമാമിന്റെ ജോലിയേക്കാളും നല്ലത് എന്ത് ജോലിയാണ്? മുഅദ്ദിന്റെ ജോലിയാണ്. മുഅദ്ദിൻ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കല്? മുഅദ്ദിൻ തന്നെ. നമ്മുടെ നാട്ടിൽ മുക്രി എന്നാ വിളിക്കാം. മുക്രിക്കാൻ അങ്ങനെ പറയാം. ഇസ്ലാമിൽ ഇസ്സത്തുള്ള ജോലിയാണ് അദാൻ. ബാങ്ക് വിളിക്കുന്ന മുക്രിക്കാക്കല്ല, മുഅദ്ദിന് ശമ്പളം നിശ്ചയിക്കാൻ പാടില്ല. അയാൾക്ക് ഹദിയ കൊടുക്കണം. കാരണം ബാങ്ക് ദഅവത്താണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി അദ്ദഅവതി അത്താമ്മ. അല്ലാഹുവിലേക്ക് വിളിക്കാണ് മുഅദ്ദിൻ. ആ വിളിക്കത്തില്ല, പൈസ നിശ്ചയിക്കലില്ല. മറിച്ച് മുഅദ്ദിന് ഹദിയയായിട്ട് കൊടുക്കണം. അതാ വേണ്ടത്. പല ഉലമാക്കളും പറഞ്ഞു, ശമ്പളം പറഞ്ഞ് നിശ്ചയിച്ച മുഅദ്ദിനുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്നോ. അത് ചെയ്യാൻ പാടില്ല. അത്ര വലിയ ദഅവത്താണ് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ശബ്ദം കേൾക്കുന്ന മരങ്ങൾ, പക്ഷികൾ, ജീവജാലങ്ങൾ, അതേപോലെ ബിൽഡിങ്ങുകൾ, മണ്ണുകൾ, കല്ലുകൾ, പർവ്വതങ്ങൾ, ഇത് മുഴുവൻ നാളെ ആഖിറത്തിൽ അയാൾക്ക് വേണ്ടി ഷഹാദത്ത് പറയും, സാക്ഷ്യം പറയും. അത്ര വലിയ കർമ്മമാണ് ബാങ്ക് വിളി. അതുകൊണ്ട് അതിന് മടി കാണിക്കാൻ പാടില്ല. പക്ഷെ ബാങ്ക് കൊടുക്കാൻ പഠിക്കണം. ബാങ്കിന്റെ ലഫ്ദുകൾ പറഞ്ഞു പഠിക്കണം, തെറ്റിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ അല്ല, അല്ലാഹു അക്ബറാണ്. വളരെ ശ്രദ്ധിക്കണം. അക്ബാർ എന്ന് പറയാൻ പാടില്ല. അക്ബർ, അക്ബാർ രണ്ടും എന്തോ രണ്ടർത്ഥങ്ങളാണ്. അക്ബർ എന്താ അർത്ഥം? ഏറ്റവും വലിയവൻ. അക്ബാർ ചെണ്ട, ചെണ്ട തന്നെ പറയാം. അപ്പൊ ഇത് അല്ലാഹു അക്ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അതേപോലെ ഹയ്യ അലസ് സ്വലാ എങ്ങനെയാ നിർത്തേണ്ടത്? എങ്ങനെയാ? അല്ല, ഇവിടുന്ന് പല ആൾക്കാരും അവർക്ക് ഇത് കേട്ടു. സ്വലാഹ് അല്ല, അത് നമ്മളാണ് സലാഹുദ്ദീൻ. ഇത് ഹയ്യ അലസ് സ്വലാഹ് ഹായാണ്. ശരിക്കും ഹയ്യ അലസ് സ്വലാത്ത് എന്നാണ്. നിസ്കാരത്തിലേക്ക് വിളിക്കുന്നതല്ലേ, സ്വലാത്ത് ആണ്. ഈ തായിനെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് മാറും. ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറയണം. സ്വലാഹ് എന്ന് പറഞ്ഞില്ല. പിന്നെ ഹയ്യ അലൽ ഫലാഹ്, അത് ഹ ഫലാഹ്. ചില മദ്യമാർ ഫലാത്ത് എന്ന് പറയും. മറ്റേ സ്വലാത്തും ഇത് ഫലാത്തും. ഫലാത്തിന്റെ അർത്ഥം എന്താ? മരുഭൂമി, ആരും ഇല്ലാത്ത സ്ഥലം. അങ്ങോട്ടും ഇരുന്ന് ഹയ്യ അലൽ ഫലാത്ത് അല്ല, ഹയ്യ അലൽ ഫലാഹ്. ശ്രദ്ധിക്കണം. ഖദ് ഖാമതി അസ്സലാത്തു ഖദ് ഖാമതി സ്വലാഹ് ഒന്നുകിൽ ചേർത്ത് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഖദ് ഖാമതി സ്വലാത്തി പറയാൻ പാടില്ല. ചേർത്ത് പറയുന്നെങ്കിൽ ഖദ് ഖാമതി സ്വലാത്തു ഖദ് ഖാമതി സ്വലാഹ്. വളരെ ശ്രദ്ധിക്കണം പറയുമ്പോൾ. കാരണം ബാങ്ക് നിയമമാക്കപ്പെട്ടത് ഒരു സ്വപ്നത്തിന്റെ പിറകിലാണ്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് സ്വപ്നം കാണുന്നത്. അദ്ദേഹം നടന്നു പോകുമ്പോൾ ജറസില്ല, മണിയടിക്കുന്ന ഒരാളെ കണ്ടു. അപ്പൊ അയാൾ ചോദിച്ചു, ആ മണി എനിക്ക് തരുമോ? അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാ? നിസ്കാര സമയമാകുമ്പോ ആൾക്കാരൊക്കെ വിളിക്കാൻ വേണ്ടി ഉപകാരപ്പെടും. അപ്പോൾ വേണ്ട, ഇതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടാവും. കുറച്ചും കൂടെ കൂടുതൽ നടന്നപ്പോൾ ഒരാളുടെ തീപ്പന്തം പിടിച്ചിട്ട് വരുന്നു. അപ്പൊ അത് ചോദിച്ചു, എന്തിനാ? അപ്പൊ എനിക്ക് നിസ്കാര സമയമാകുമ്പോ അതിങ്ങനെ കാണിച്ചാൽ ആളുകൾ കാണുമല്ലോ. അത് ഇത്ര വലിയ ഫ്ലാറ്റ് ബിൽഡിംഗ് ഒന്നും ഇല്ലല്ലോ, ആരും കാണും. കൊടുക്കരി കാണിച്ചാൽ കുറവ് വേണ്ട, ഞാൻ വേറെ നിക്ക് പഠിപ്പിച്ചു തരാം, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് റസൂലുള്ളാഹി തങ്ങളോട് ഈ സഹാബി വന്നിട്ട് പറയാ, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിന് നീ അത് പഠിപ്പിച്ചു കൊടുക്ക്. നിന്നേക്കാൾ നല്ല ശബ്ദം ബിലാലിനാണ്. നല്ല ശബ്ദം അല്ലാണ്ട് നല്ല എന്തല്ല ടൂണല്ല. ബാക്കി ഇങ്ങനെ ആക്കി കൊടുക്കുന്നില്ലേ, അത് സലഫിയുടെ മക്കൾ വിമർശിച്ച സംഗതിയാണ്. അങ്ങനെയില്ല. കാരണം ദഅവത്തെയാണ്. ദഅവത്ത് ചെയ്യുമ്പം നമ്മൾ ഉമ്മാനോട് ചോറ് ചോദിക്കുന്നത് എങ്ങനെ? ഉമ്മ എനിക്ക് കുറച്ച് ചോറ് തരൂ, ഉമ്മ വിശക്കുന്നു, എങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ചോദിക്കുന്നത് അല്ലല്ലോ.
പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും സംസാരിക്കുമ്പോ എങ്ങനെയാ പറയാ, ഇങ്ങനെ ടൂളില്ല. ഇത് അള്ളാഹുവിലേക്ക് അടിമകളെ വിളിച്ചുകൊണ്ട് പറയുന്ന ദഅവത്തിന്റെ വാചകങ്ങളാണ്. ലോകം മുഴുവൻ കേൾക്കണം അല്ലാഹു അക്ബർ. അത് ആ ഗൗരവത്തിൽ പറയണം, ആ ട്യൂണ്. അപ്പൊ ചോദിക്കും മക്കത്ത് മദീനത്തുല്ലേ? അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ അങ്ങനെ ഉണ്ടായത് കൊണ്ട് അതെന്താവൂല, തെറ്റല്ല, കുറ്റം കിട്ടൊന്നുമില്ല. ഒരാളിപ്പോ നല്ല ട്യൂണിന് നീട്ടി വിളിച്ച് വാങ്ങൊടുത്താൽ കുറ്റം കിട്ടൊന്നുമില്ല. പക്ഷെ അതല്ല ഇതിന്റെ രീതി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത നല്ല ഉറക്കെയുള്ള ശബ്ദമാണ്. അതാണ് പ്രത്യേകത. ഉറക്ക വാങ്ങൊടുക്കണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ ലഫ്ദുകളൊക്കെ വാങ്ങൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നത്, ചെറുതായി നമുക്ക് തോന്നുന്ന ചില നന്മകൾ അത് അറിഞ്ഞു ചെയ്യണം. ആളുകൾ അശ്രദ്ധ കാണിക്കുന്ന നന്മകൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതുകൊണ്ടാ പറഞ്ഞത്, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅൻ. നന്മയായ കാര്യത്തിൽ ഒന്നിനെ പോലും നിങ്ങൾ എന്താക്കരുത്, നിസ്സാരമായി കണ്ടുകൂടാ. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ്റ. പർവ്വതം ഉണ്ടായത് എങ്ങനെയാ? കുറെ ചെറിയ ചെറിയ കല്ലുകൾ കൂടിച്ചേർന്നുണ്ടായതാണ് വലിയ പർവ്വതം. അതേപോലെ ചെറിയ ചെറിയ നന്മകൾ ചെറുതല്ലേ എന്ന് പറഞ്ഞാൽ വിടും, അത് വിടാൻ പറ്റൂല. അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലുകൾ ചെയ്യണം. ഹൃദയാവത്ത് എപ്പോഴാണ് നമ്മൾ യാത്രയാവുക എന്ന് പറയാൻ പറ്റൂല. എന്തായാലും പോകണ്ടേ. മലക്കുകൾ എഴുതി വെച്ച ലിസ്റ്റ് നമ്മളായിട്ടൊന്ന് പരിശോധിക്കണം. റഖീബുൻ അതീദ് ഉണ്ടല്ലോ, ഈ രണ്ടാൾക്കാരും എഴുതി നടക്കുന്നത് നന്മയായിരിക്കുമോ തിന്മയായിരിക്കുമോ എന്ന് നമുക്ക് സ്വയം എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതിൽപ്പെട്ട എല്ലാ നന്മയും അല്ലെങ്കിൽ ഇബാദത്തും അമലുമാണ് ഹദീസിന്റെ ക്ലാസ്. ഇതൊരു ഇബാദത്താണ്. വെറുതെ മടക്കേരി പള്ളിയിൽ അതിനുശേഷം ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ഒരു ക്ലാസ് അല്ല, ഇത് ദർസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മൾ വായിക്കുകയാണ്. ഇതൊരു ഇബാദത്താണ്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മജ്ലിസ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന അതിൽ പങ്കെടുത്ത ആളുകളോട് മജ്ലിസ് കഴിയുന്ന സമയം ഒരു മലക്ക് വിളിച്ചു പറയും, ഖൂമൂ മഗ്ഫൂറൻ ലക്കും. പാവങ്ങൾ പൊറുക്കപ്പെട്ടവരായി എഴുന്നേറ്റ് പോയിക്കോളൂ. അതൊരു ഇബാദത്തായത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലത്തെ മജ്ലിസുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്തറിയോ? അവർക്ക് വേണ്ടി ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, പാപമോചനം തേടുന്നുണ്ട്. സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ പറയും. നിങ്ങളെ മടക്കേരിയിലൂടെയാ കടൽ. ഇതൊക്കെ കടല് കാണുന്നത് എത്ര കിലോമീറ്റർ പോകണം? കോഴിക്കോടുണ്ടേ, കാസർഗോഡുണ്ട്. കാണാൻ പോലും പറ്റാത്ത കടല്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ കടലിലുള്ള മീനുകള് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുന്നുണ്ട്. ഇതൊരു വലിയ ഇബാദത്താണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഖുദ്സിയ ഹദീസുണ്ട്, സമയം നമുക്ക് കിട്ടൂല. ദീനു വേണ്ടി സമയം വെറുതെ ഫ്രീ ആയിട്ട് ഒരിക്കലും കിട്ടൂല. അത് ദുനിയാവിന് വേണ്ടിയിട്ടേ കിട്ടുള്ളൂ. ദുനിയാവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് സമയം ഒഴിവാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 24 മണിക്കൂറിൽ മഹാഭൂരിപക്ഷ ടൈം കൊടുക്കുന്നതിനാ ദുനിയാവിനാണ്. അതൊരു പ്രയാസമായിട്ട് തോന്നൂല. പക്ഷെ ദീനിന്റെ കാര്യത്തിന് വേണ്ടി സമയം ഒഴിവാക്കി എടുക്കേണ്ടി വരും. അവ പലതും ഒഴിവാക്കേണ്ടി വരും. തഫറദ് ലിഇബാദതി, അതാ ഹദീസിലുള്ള വാക്ക്. തഫറദ് ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നീ സമയം ഒഴിവാക്കി എടുക്കണം. അല്ലാഹു പറയാം, ഹദീസാണ് എന്ന് പറഞ്ഞാൽ സമയം കിട്ടൂല, നീ എന്ത് ചെയ്യണം, അത് തർത്തീബാക്കിക്കോണം. അപ്പൊ വ്യാഴാഴ്ച അതിനു ശേഷം ഹദീസിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. വ്യാഴാഴ്ച അതിനു ശേഷം മടക്കേരി പള്ളിയില് വിശാലിന്റെ നിക്കാഹ് ഉണ്ട് എന്ന് വിശാൽ എന്ത് ചെയ്തു, നോട്ടീസ് ഇറക്കി. എന്ത് ചെയ്യും, നമ്മള് പ്ലാനാക്കും. വ്യാഴാഴ്ച എന്തെങ്കിലും പരിപാടി ഒന്ന് ചെക്കന്റെ കല്യാണം ഉണ്ടല്ലോ ഇപ്പൊ പറയില്ലേ, ബാക്കിയെല്ലാം മാറ്റിയിട്ട് വരും. അതാണ് ഈ സമയം ഒഴിവാക്കി എടുക്കൽ എന്ന് പറഞ്ഞത്. അങ്ങനെ സമയം ഒഴിവാക്കി എടുക്കണം ദീനിന്റെ കാര്യത്തിൽ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രത്യേകം സമയം ഒഴിവാക്കി എടുക്കുന്ന ആളുകൾക്ക് 2 വഅദകൾ തന്നിട്ടുണ്ട്. അതിലൊന്നും അറിയോ? അംലഉ സദ്റക ഗിനൻ, നിന്റെ നെഞ്ച് ഞാൻ സമാധാനം കൊണ്ട് നിറച്ചു. വെറുതെ വേണ്ട ദുനിയാവിൽ ഈ ഓടുന്ന പടാപ്പാട് പെടുന്നതിനാണ്, മനസ്സിന് സുഖം കിട്ടാനല്ലേ. അംലഉ സദ്റക ഗിനൻ, നിന്റെ നെഞ്ച് ഞാൻ സമാധാനം കൊണ്ട് നിറച്ചുതരാം. വഅസുദ്ദു ഫഖറക, നീ ഓടുന്നതിനാ ദാരിദ്ര്യമില്ല ഉണ്ടാക്കാനല്ലേ, ആ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം. പക്ഷെ നമുക്ക് യഖീനില്ല, അതാണ് പ്രശ്നം. 2 ഓഫറാണെന്നാണ്. ഒന്ന് നിന്റെ ഉള്ളിൽ ഞാൻ സമാധാനം നിറച്ചു, മറ്റൊന്ന് നിന്റെ ഫഖർ ഞാൻ മാറ്റിത്തരും. നമുക്ക് പൈസ തരേണ്ടതല്ല, ഉറപ്പല്ലേ? നമ്മുടെ ഓട്ടോ അല്ലല്ലോ, നമ്മുടെ ബുദ്ധിയുമല്ല, നമ്മുടെ അധ്വാനമല്ല, അതെല്ലാം ഒരു സബബാണ്. ഇതൊന്നും ഇല്ലെങ്കിലും തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. പക്ഷെ അങ്ങനെ അല്ലാഹു എല്ലാവർക്കും തരൂല. മുസബ്ബിബുൽ അസ്ബാബാണ് റബ്ബ്. ചെയ്യും, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? തരാം. പക്ഷെ ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ അള്ളാഹ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ചു, ജോലി മാറ്റി വെച്ചു. അന്നെന്ത് പറഞ്ഞു? അത് കുഴപ്പമില്ല, എനിക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ എന്ത് ചെയ്യാം? ശരിയാക്കി തരാം. അസുദ്ദു ഫഖറക വഇല്ലാ തഫഅൽ, ഇനി നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, എവിടെങ്കിലും പെട്ടുപോകുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നല്ലോ, നെവർമേക്കാക്കുന്നുണ്ട് നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ. അതായത് വേറെ പണിയൊന്നുമില്ല, ഒരു ക്ലാസ്സിലുണ്ട് നമുക്കറിയാം, എന്നാലും പോട്ടെ അടുത്താഴ്ച പോവാം. അത് വഇല്ലാ തഫഅൽ, ഇനി നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ഒന്ന് ലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റൂല. പറയുന്നവരാണ് അല്ലാഹുവാണ്. നീ ഓടും, പടാപ്പാടുപെടും, ഓടി കിതച്ചു വരും,